അവസാനം നിസ്കരിച്ച നിസ്കാരത്തിൽ അത്തഹയ്യാത്തിൽ ചൊല്ലിയ സലാം, ആ സലാമിന്റെ ഘട്ടത്തിൽ എന്റെ നബി എന്റെ സലാം അടക്കണം എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടോ? ഒന്ന് ആലോചിച്ചു. ആ സമയത്ത് പോലും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിലും നമുക്ക് വേണ്ടി ദുആ ചെയ്ത നേതാവിനെ നിസ്കാരത്തിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഓർക്കണില്ലെങ്കിൽ നബിക്കല്ലേ സലാം പറയണത്? ആർക്കാണ് സലാം പറയണെന്നുള്ള ബോധം പോലും നമുക്കില്ലെങ്കിൽ എന്ത് മഹബത്താ നമുക്കുള്ളത്? പഠിക്കണ്ടേ നമുക്ക്? എത്ര യമനി പണ്ഡിതന്മാരുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോഴേക്ക് മദീനയിലുള്ള സലാം കേൾക്കുന്നവർ. എത്ര പേർ ഇന്ത്യയിലില്ലേ? അഹ്മദ് റിള ഖാൻ തങ്ങൾ അതിൽപ്പെട്ടതല്ലേ? അത്തരം മഹാന്മാരെ കുറിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്നെ അദ്ദുറുൽ മല്ലൂദിൽ വിശദീകരിക്കുന്നു. ചില മഹാന്മാര് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോഴേക്ക് തങ്ങൾ മടക്കിയിട്ടില്ലെങ്കിൽ ആവർത്തിക്കും. മടക്കുന്നത് അവർക്ക് കേൾക്കണം, എങ്കിലേ ബാക്കി അവരുടെ നാവിൽ നിന്ന് വരുന്നുള്ളൂ. ഈ ഒരു സ്നേഹം, ഈ ഒരു പ്രേമം, അടങ്ങിയിരിക്കാനാവാത്ത ഇഷ്ടം, അത് നമ്മുടെ ഹൃദയത്തിനും പറ്റൊക്കെ ചെയ്യും, ആപ്റ്റ് ആവൊക്കെ ചെയ്യും. ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇപ്പോഴും ഉമ്മത്തിനെ ഓർത്ത് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്ത നേതാവല്ലേ? എങ്ങനെ ഓർക്കാതിരിക്കും? എങ്ങനെയാ ഒരു മുഹിബ്ബിന് മഹ്ബൂബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാനാവുക? മൻ റഅ വജ്ഹക യസ്അദ്, അവിടുത്തെ മുഖം കണ്ടവർ വിജയിച്ചു എന്ന് പാടിപ്പോയാൽ മതിയോ കൂട്ടരെ?